നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ മടക്കി അമേരിക്ക പോക്കറ്റിലിട്ടോ? ഇറാനെ തീർത്തുകെട്ടിയേ ഞങ്ങൾ മടങ്ങൂ. IDF കടുത്ത നിലപാടിൽ. വെടിനിർത്തൽ കൊണ്ടുവന്ന അമേരിക്കയും സമ്മതം മൂളിയ ബെഞ്ചമിൻ നെതന്യാഹുവും തീച്ചുളയിൽ. ഇസ്രയേൽ സൈന്യം കടുപ്പിച്ചു നിൽക്കുന്നത് നെതന്യാഹുവിന് തിരിച്ചടിയാകുന്നു. തങ്ങൾ ആക്രമിക്കുമെന്നാണ് IDF വെല്ലുവിളി. അമേരിക്കൻ കരാർ ഞങ്ങൾ എന്തിനു അംഗീകരിക്കണമെന്ന് IDFന്റെ ചോദ്യം. ട്രംപ് ചുവടുമാറുമെന്ന സംശയം IDFന് തോന്നിത്തുടങ്ങിയപ്പോഴേ ഇറാനിൽ അതിമാരക ആക്രമണം അവർ നടത്തിയിരുന്നു. അതായത് വെടിനിർത്തൽ പ്രഖ്യാപനം വരും മുന്നേ കയറി അടിച്ചു തീർക്കുക എന്ന പദ്ധതി. 48 മണിക്കൂർ അവസാനിക്കാൻ പോകുന്നുവെന്ന് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തതും ആദ്യം ഇസ്രയേൽ കയറി അടിച്ചത് ട്രംപ് പ്ലേറ്റ് മാറ്റുന്നു എന്ന് ബോധ്യപ്പെട്ടതോടെ ആയിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതോടെ ഇറാൻ തെരുവുകളിൽ ഖമനേയി അനുകൂലികൾ ആഘോഷത്തിലാണ്. ഇസ്രയേൽ തോറ്റു, അമേരിക്ക തോറ്റു എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ആഘോഷം. ഇറാനെ മുട്ടുകുത്തിച്ചുവെന്ന് വെല്ലുവിളിച്ചവർ വെടിനിർത്തലിന് മുട്ടിലിഴഞ്ഞു. IRGCയോട് തോറ്റോടി ജൂതപ്പടയെന്ന് ലോകത്തോട് കൊട്ടിഘോഷിക്കുകയാണ് ഇറാൻ. IDF തോറ്റുവെന്ന് ഇറാൻ സേന വീമ്പിളക്കുന്നത് ജൂതപ്പടയെ ചൊടിപ്പിക്കുന്നു. ഇറാനോട് ജൂതൻ തോറ്റെന്ന് ഇറാൻ തെരുവുകളിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം ഇസ്രയേൽ സൈന്യത്തിന് ഇത് അപമാനമായി മാറുന്നു. നെതന്യാഹുവിന് നേരെയും ട്രംപിന് നേരെയും വിരൽ ചൂണ്ടി IDF ശക്തമായി നിൽക്കുന്നു. സൈന്യം എതിരായി മാറുന്നത് നെതന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കുന്നു. മാത്രമല്ല IDF ഇറാനിലേക്ക് ആക്രമണം നടത്തിയാൽ ട്രംപിനും നാണക്കേട്. കാരണം ലോക പോലീസാണെന്നാണല്ലോ വയ്പ്. IDF ഇറാനിലേക്ക് അടിച്ചാൽ ട്രംപിന്റെ വാക്കിന് പുല്ലുവില പോലും ഇല്ലെന്ന് മാധ്യമങ്ങൾ പരിഹസിക്കും. എങ്ങനെയും IDFനെ അനുനയിപ്പിക്കാൻ നെതന്യാഹുവിന് ട്രംപിന്റെ നിർദ്ദേശം. ജൂതപ്പട മയപ്പെടാൻ സാധ്യതയില്ല. കാരണം അവരുടെ സകല കണക്കുകൂട്ടലുകളും അമേരിക്ക തെറ്റിച്ചിരിക്കുകയാണ്. ഒളിപ്പിച്ച യുറേനിയം കണ്ടുപിടിക്കുന്നതിനും അമേരിക്കൻ സൈന്യത്തിന് കരയുദ്ധത്തിന് എത്രത്തോളം അനുകൂലമാകും ഇറാന്റെ ഭൂമിയെന്ന് കണ്ടെത്തുന്നതിനും മിസൈൽ കേന്ദ്രങ്ങളുടെ രഹസ്യം ചോർത്തുന്നതിനുമെല്ലാം വേണ്ടിയാണ് US പൈലറ്റിനെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ഇറക്കിയത്. അതേസമയം IRGCയുടെ ശ്രദ്ധ തിരിച്ച് CIA, മൊസാദ് സംയുക്തമായി ഇറാനിൽ കയറി ചില രഹസ്യങ്ങളും ചോർത്തി. ജീവൻ പണയം വെച്ച് നടത്തിയ രഹസ്യ നീക്കമായിരുന്നു. എല്ലാം ഘോരയുദ്ധമെന്ന US ഉറപ്പിൽ മൊസാദ് ഇറാനിലേക്ക് സംഘത്തെ അയച്ചത് അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഒടുക്കം അമേരിക്ക തനി നിറം കാണിച്ചു. ഇസ്രയേലിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത 10 നിർദ്ദേശങ്ങളാണ് വെടിനിർത്തലിന് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ് ട്രംപിന്. ഇതിൽ ഇസ്രയേലിന് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ അവകാശം അംഗീകരിക്കണം എന്ന പോയിന്റാണ്. ഇസ്രയേൽ ഇക്കണ്ട ആക്രമണമെല്ലാം നടത്തുന്നത് ഇറാൻ ആണവായുധം നിർമ്മിക്കരുത്, യുറേനിയം സമ്പുഷ്ടീകരിക്കരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ്. പക്ഷേ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കും, അതിൽ അമേരിക്ക ഇടപെടരുതെന്ന ആവശ്യം ഇറാൻ തന്ത്രപരമായി പ്രയോഗിച്ചിരിക്കുന്നു. IDFനെ ഈ വിഷയം ചൊടിപ്പിക്കുന്നു. സർവനാശത്തിന് കളിക്കുകയാണ് ഇറാൻ. ഭീകരരാഷ്ട്രത്തോട് അടിയറവ് പറയാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് കലിതുള്ളി IDFും. ജൂതപ്പടയെ മെരുക്കാൻ നെതന്യാഹുവിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അവർ കയറി അടിച്ച് ഇറാനെ തീർത്തുകൊണ്ടിരിക്കെ ട്രംപ് എല്ലാം കുളമാക്കി എന്ന ചർച്ചയാണ് നടക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്. ചരിത്രത്തിൽ നെതന്യാഹുവിനെ പോലൊരു രാഷ്ട്രീയ ദുരന്തം ഉണ്ടായിട്ടില്ലെന്നാണ് യായിർ ലാപിഡ് പറഞ്ഞത്. അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ് ഇസ്രയേൽ യുദ്ധം ചെയ്തത്. ഇപ്പോൾ USഉം ഇറാനും സമാധാന കരാറിലെത്തി. ഇസ്രയേലിനെ അറിയിക്കാതെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടതെല്ലാം നടപ്പാക്കിയെങ്കിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പരാജയപ്പെട്ടുവെന്നാണ് ലാപിഡിന്റെ പക്ഷം. എക്സ്പോസ്റ്റിലാണ് യായിർ ലാപിഡ് പ്രതികരിച്ചത്. തന്ത്രപരമായും രാഷ്ട്രീയപരമായും നെതന്യാഹു പരാജയപ്പെട്ടെന്നും സംഘർഷത്തിൽ ഇസ്രയേലിന്റെ ഒരു ലക്ഷ്യം പോലും നെതന്യാഹുവിന് നേടാനായില്ലെന്നും ലാപിഡ് കുറ്റപ്പെടുത്തി. നെതന്യാഹുവിന്റെ പ്രവൃത്തികൾ മൂലം ഇസ്രയേലിനുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നും ലാപിഡ് ചൂണ്ടിക്കാട്ടി. അഹങ്കാരം, അശ്രദ്ധ, തന്ത്രപരമായ ആസൂത്രണത്തിന്റെ അഭാവം എന്നിവ മൂലം നെതന്യാഹു വരുത്തിയ രാഷ്ട്രീയവും തന്ത്രപരവുമായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്ക് വർഷങ്ങളെടുക്കും, അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ നിർവീര്യമാക്കുക, ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നിവയാണ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായി നെതന്യാഹു കണ്ടിരുന്നത്. ഒരു സംസ്കാരത്തെ തന്നെ പൂർണ്ണമായും തകർത്തു കളയുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന്റെ അവസാന മണിക്കൂറിലാണ് ഇറാനെതിരായ വെടിനിർത്തൽ. 2 ആഴ്ചത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നു യുദ്ധം എന്നുള്ള ട്രംപിന്റെ അടുത്ത അറിയിപ്പ് വന്നതോടുകൂടി ഞെട്ടിപ്പോയത് നെതന്യാഹുവും ഇസ്രയേലും.
അതേസമയം ഇറാനും അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാറിൽ പ്രതികരിച്ച് നെതന്യാഹു രംഗത്തെത്തിയിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയിലെത്തിയ 2 ആഴ്ചത്തെ വെടിനിർത്തൽ അംഗീകരിക്കുന്നു എന്നും ലെബനനിൽ ഇനിയും ആക്രമണം നടത്തുമെന്നുമാണ് നെതന്യാഹു പ്രതികരിച്ചത്. ഇറാൻ ഒരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ അറബ് രാജ്യങ്ങൾക്കോ ഭീഷണിയാവില്ലെന്നും ആണവ മിസൈൽ ഭീകരവാദ ഭീഷണി ഉയർത്തി മുന്നോട്ട് വരില്ലെന്നും നെതന്യാഹു പറയുകയുണ്ടായി. ഹോർമുസ് തുറക്കാനും വെടിനിർത്തൽ നടപ്പിലാക്കാനും അമേരിക്ക മുന്നോട്ട് വന്നുവെന്നും US-നെ ഇസ്രയേൽ പിന്തുണയ്ക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. വെടിനിർത്തൽ വാർത്ത പുറത്തുവന്നതോടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിച്ചു. ഇറാന്റെ പതാകകളും പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ ചിത്രങ്ങളുമായാണ് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളും തകർക്കപ്പെടുമെന്ന ഭീതി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പൗരന്മാർ. എന്നാൽ വെടിനിർത്തലിനോട് സമ്മിശ്ര പ്രതികരണമാണ് ഇറാനിൽ ദൃശ്യമാകുന്നതെന്നാണ് BBC വാഷിംഗ്ടൺ കറസ്പോണ്ടന്റ് ഖഷയാർ ജുനൈദി റിപ്പോർട്ട് ചെയ്തത്. മിസൈൽ വർഷത്തിന് ശമനമുണ്ടായതിൽ ഒരു വിഭാഗം ആശ്വാസം പ്രകടിക്കുമ്പോൾ ഇറാനിലെ ഭരണകൂട വിരുദ്ധർ ഈ വെടിനിർത്തലിനെ ആശങ്കയോടെയാണ് കാണുന്നത്. വെടിനിർത്തൽ ഇറാൻ ഭരണകൂടത്തിന് കൂടുതൽ കരുത്തു നൽകുമെന്നും ഇത് തങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുമെന്നുമാണ് ഭരണകൂട വിരുദ്ധർ ഭയപ്പെടുന്നത്. വെടിനിർത്തൽ കാലയളവിൽ ഭരണകൂടം കൂടുതൽ രൂക്ഷമായ രീതിയിൽ പ്രതിഷേധങ്ങളെ നേരിടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയ അന്ത്യശാസനം ഒരു വിനാശകരമായ യുദ്ധത്തിലേക്ക് നീങ്ങാതെ സമാധാന ഉടമ്പടിയിൽ എത്തിയത് വലിയ നേട്ടമായാണ് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത്. 2 ആഴ്ചത്തെ സമാധാന കാലയളവിനുള്ളിൽ ശാശ്വതമായ സമാധാനത്തിന് വഴിയൊരുങ്ങുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇതിനിടെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് 2 ആഴ്ചത്തേക്ക് തുറന്നുകൊടുക്കാൻ ഇറാൻ സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതോടെ ഹോർമുസ് വഴി കടന്നുവരുന്ന കപ്പലുകൾക്ക് പണം നൽകേണ്ടി വരും. വെടിനിർത്തൽ കാലയളവിൽ കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പലിൽ നിന്നും $10 ലക്ഷം, അതായത് ഏകദേശം 8.3 കോടി രൂപ വീതം ടോൾ ഈടാക്കാനാണ് ഇറാന്റെ നീക്കമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിലെ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കപ്പലുകളിൽ നിന്ന് ഓരോ യാത്രയ്ക്കും ലക്ഷക്കണക്കിന് ഡോളർ ഈടാക്കി ഖജനാവ് നിറയ്ക്കാൻ ഇറാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ പരമാധികാരം ഊട്ടിയുറപ്പിക്കാനാണ് ഇറാന്റെ നീക്കം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കും നിരീക്ഷണത്തിനുമുള്ള ഫീസ് എന്ന നിലയിലാണ് ഈ തുക ഈടാക്കുക എന്നതാണ് വാദം. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഇത്. നിലവിൽ ഈ പാതയിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. US, ഇസ്രയേൽ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തുന്നതിനോടൊപ്പം മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുന്നതിലൂടെ പ്രതിവർഷം $80 ബില്യൺ വരെ വരുമാനം ലഭിക്കുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. ഇതിനോടകം തന്നെ ചില കപ്പലുകൾ ഇത്തരത്തിൽ വൻ തുക നൽകി കടന്നുപോയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതേസമയം സംഘർഷം അവസാനിച്ചാലും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പഴയതുപോലെ ആവില്ലെന്നാണ് ഇതോടെ പുറത്തുവരുന്ന സൂചനകൾ. വെടിനിർത്തൽ നീക്കങ്ങളോട് അനുബന്ധിച്ച് ഇറാൻ US-ന് മുന്നിൽ വെച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് ഹോർമുസിൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണമെന്നും കപ്പലുകളിൽ നിന്ന് ട്രാൻസിറ്റ് ഫീ പിരിക്കാൻ അനുവദിക്കണമെന്നുമാണ്. ഇറാന്റെ ആവശ്യം ട്രംപ് അംഗീകരിച്ചാൽ അത് രാജ്യാന്തര വാണിജ്യ ചരക്കുനീക്ക മേഖലയെ തന്നെ മാറ്റിമറിക്കും. ക്രൂഡ് ഓയിൽ, LNG, LPG, മറ്റ് ചരക്കുകൾ എന്നിങ്ങനെ ഹോർമുസ് വഴി കടന്നുപോകുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില കൂടാനും ഇത് ഇടയാക്കും. ഇറാന്റെയും ഒമാന്റെയും സമുദ്രപരിധിയിൽ 34 കിലോമീറ്റർ വീതിയുള്ളതാണ് ഹോർമുസ് കടലിടുക്ക്. ഒമാനുമായി ചേർന്ന് ഹോർമുസിൽ ഫീസ് പിരിക്കുന്നതിനുള്ള ചട്ടക്കൂട് തയ്യാറാക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായി ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖാരിബാബദി പറഞ്ഞിരുന്നു. ഇതുവരെ ഇറാനോ മറ്റേതെങ്കിലും രാജ്യമോ ഹോർമുസിൽ ഫീസുകളൊന്നും പിരിച്ചിരുന്നില്ല. സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ കപ്പൽ ഗതാഗതം താളം തെറ്റിയിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന തുടങ്ങി ഏതാനും രാജ്യങ്ങളുടെ കപ്പലുകളെ മാത്രമാണ് ഇറാൻ കടത്തിവിട്ടത്. ഫീസ് പിരിക്കാനുള്ള നീക്കം US അംഗീകരിച്ചാൽ ഹോർമുസ് വഴി നീങ്ങുന്ന എല്ലാ കപ്പലുകളും പണം നൽകേണ്ടി വരും. ഇത് ഇന്ത്യയെയും ബാധിക്കും. മലയാളി വാർത്ത ഇൻസൈഡ്.